പന്നി മാംസത്തിൻ്റെ ഗുണങ്ങളെയും സവിശേഷതകളെയും കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു. ലോകത്തിലെ ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കുന്ന വാക്സിൻസ് അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് പന്നിയിറച്ചിയിൽ നിന്നും അതിൻ്റെ നെയ്യിൽ നിന്നുമെല്ലാം വേർതിരിച്ചെടുക്കുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ. ഇത് മനുഷ്യരിൽ നേരിട്ട് ഉപയോഗിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പശുവിനെയും പോത്തിനെയൊക്കെയാണ് കഴിക്കുന്നത്, അതിന് കൊടുക്കുന്ന കുളമ്പ് രോഗം, മാഡ് കൗ ഡിസീസിന് കൊടുക്കുന്ന ഇതുകളും ഈ വാക്സിൻ പ്രതിരോധ ഇതുകളും പന്നി മാംസത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ പശുവിനെയോ പോത്തിനെയോ തിന്നാലും പന്നി മാംസം കഴിക്കുന്നു, കോഴിക്ക് കൊടുക്കുന്നു, ആടിന് കൊടുക്കുന്നു. ഈ അസുഖങ്ങളുടെ വാക്സിൻ അത്രയും പോഷകാഹാരമാണ് പന്നി മാംസം. ചില സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഇതിനെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളും ഇതുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു വാക്സിൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു മാംസവും കഴിക്കാൻ പറ്റില്ല. പോത്ത്, പശു അങ്ങനെയുള്ള ഒരു മാംസവും കഴിക്കാൻ സാധിക്കില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം, അമേരിക്കയിൽ വെർജീനിയ സംസ്ഥാനത്ത് ഈ പോർക്കിൽ നിന്നും വികസിപ്പിച്ചെടുത്ത അതിൻ്റെ ഹാർട്ട്, ലിവർ, കിഡ്നിയെല്ലാം ഒരു മനുഷ്യൻ്റെ പല ഓർഗൻസും ഇതായി പോവും, കേടാകുന്ന സാഹചര്യം, അതല്ലെങ്കിൽ പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യത്തിൽ പോർക്കിൻ്റെ ഹൃദയമാണ് ഏറ്റവും നല്ല സബ്സ്റ്റിറ്റ്യൂട്ട്. അതല്ലെങ്കിൽ ലിവർ, കിഡ്നിയൊക്കെ മനുഷ്യൻ്റെ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. അത് വളരെ വിജയകരമായിട്ട് പരീക്ഷണം നടത്തി വിജയിച്ച് ഇന്ന് പല മനുഷ്യരിലും പന്നിയുടെ ഹൃദയം, പന്നിയുടെ ലിവർ, പന്നിയുടെ കിഡ്നിയുമായിട്ടാണ് ജീവൻ നിലനിർത്തുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നമ്മളെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന ഘടകം എന്ന് പറഞ്ഞാൽ സൗദി അറബ് രാജ്യങ്ങളിലുള്ള പൗരന്മാർക്കാണ് ഇത് കൂടുതലുമായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ വരുന്ന വിഷയങ്ങൾ. അപ്പോൾ സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ വെച്ച് നടക്കുന്നത് ഈ പോർക്കിൻ്റെ ഹാർട്ട്, പോർക്കിൻ്റെ ലിവറും പോർക്കിൻ്റെ കിഡ്നിയും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ സമുദായത്തിൽ നിന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആണ് എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ജീവൻ പോകുന്ന സാഹചര്യമുള്ളപ്പോൾ അവർ തന്നെ തീരുമാനമെടുക്കുമാണ് ഏറ്റവും ഈ പോർക്കിൻ്റെ ഓർഗൻസ് വെച്ച് ജീവൻ നിലനിർത്തുക എന്നുള്ളത്. മുസ്ലിം സമുദായത്തിൽ വരെ അവർ തീരുമാനമെടുക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഭക്ഷണത്തോടൊക്കെ ഒരു അകൽച്ച, ഇന്ന ഭക്ഷണം പാടില്ല എന്ന അതിന് മതവും രാഷ്ട്രീയവും സാമൂഹിക കാര്യങ്ങളുമായിട്ട് ഇടകലർത്തുന്ന കുറേ അവസരവാദികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വടക്ക് നിന്നുള്ള ഒരു ചാനലിൽ കേൾക്കായിരുന്നു. ഇപ്പൊ കേരളത്തിൽ കത്തി നിൽക്കുന്ന വിഷയമാണ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഹലാൽ കേക്കുകളെ കുറിച്ചൊക്കെ. ഹലാൽ കേക്കിനെ പറ്റി ഒരു വിവാദം. ഇപ്പൊ ഹൈന്ദവ ക്രൈസ്തവർ പറയുന്നു ഞങ്ങൾ ഹലാൽ കഴിക്കില്ല എന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർ ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് പറയും, അതല്ലെങ്കിൽ വിഷയം എന്താണെന്ന് പറയില്ല. ആ വിഷയത്തിന് ചുറ്റും കിടന്ന് അവർ ശ്രമിക്കുന്നത് അവരുടെ ഓഡിയൻസ് പാവം മുസ്ലിംസ് ആണ്, അവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇത്. അപ്പൊ ഇന്ന് ഹലാലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുന്നത് അത് ഈ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ ബിസ്മില്ല ചൊല്ലി പയ്യെ അറുത്ത് കൊല്ലുന്ന മൃഗങ്ങളെ പറ്റിയൊക്കെയാണ്. തന്നെയുമല്ല ഹൈന്ദവരും ക്രൈസ്തവരും പറയുന്നത് അങ്ങനെ പൂജയ്ക്ക് വെച്ച വസ്തു കഴിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. പ്രത്യേകിച്ച് ക്രിസ്മസ് പോലെയുള്ള അവസരങ്ങളിൽ ഈ ഒരു മറ്റു ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള വസ്തുക്കള് അവര് കഴിക്കാൻ തയ്യാറല്ല. പക്ഷെ ഇവര് പറയുന്നത് ഭക്ഷണം തുപ്പിയിട്ടു, അതും ഒരു ഭാഗമായിട്ട് തന്നെ പറയുന്നു. കാരണം അവർക്ക് ഇഷ്ടമല്ല ആ ഭക്ഷണം കഴിക്കാൻ. അതാണ് അവർ കാരണം പറയുന്നത്. ഒന്ന്, മറ്റു ദൈവങ്ങൾക്ക് പൂജിച്ച് പ്രാർത്ഥിച്ചു കൊന്നത്. രണ്ട്, ഈ ഇങ്ങനെ ഊതുക എന്നുള്ളൊരു ഇതിൽപ്പെട്ടത് ഭക്ഷണം കഴിക്കാൻ ഹിന്ദുവും ക്രിസ്ത്യാനിയും തയ്യാറല്ല എന്ന് പറയുന്നതിനെ വിവാദമാക്കി എടുക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ വടക്ക് നിന്നുള്ളൊരു ചാനല്. അവര് അതിനെ മറ്റുള്ളവരെയാണ് വിമർശിക്കുന്നത്.
അപ്പുറത്തുള്ളവർ ഇത് കഴിച്ചു കൊള്ളണം, ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത്. ഇവരൊരു ന്യൂനപക്ഷമായിരിക്കുമ്പോൾ പോലും അവരിങ്ങനെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ അവർക്ക് അല്പം സ്വാധീനം കിട്ടിയാൽ എന്തായിരിക്കും? ആ സ്വാധീനം കിട്ടിയതൊക്കെ നമ്മൾ മറ്റ് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ഗ്രാമങ്ങളിലുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പം പല ഗ്രാമങ്ങളിലും പ്രത്യേകിച്ച് തെക്ക് ഭാഗത്ത് ബോധോദയം വന്നിരിക്കുന്നു. കാരണം വിദേശ രാജ്യങ്ങളിൽ പോയി എന്താണ് അവിടെയുള്ള മുസ്ലിം സമുദായം കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞ 35 ലക്ഷം മലയാളികൾ ഗൾഫിൽ അടിമകളായിട്ട് നിൽക്കുന്നുണ്ട്. അതിലൊരു 5-10% നല്ല ജീവിത രീതിയുള്ളൂ. ബാക്കിയൊക്കെ അടിമത്താണ്. കാർപ്പിച്ച് തുപ്പുന്നവരും ആ സംസ്കാരത്തെ ഏറ്റെടുക്കാനായിട്ട് ഇന്ന് കേരളം പ്രതിരോധിക്കുന്നു, തടഞ്ഞു നിൽക്കുന്നു. അത് അതിന് നിങ്ങൾ സമാധാനത്തിന്റെയും മതേതരത്തിന്റെയൊക്കെ വാക്ക് പറഞ്ഞ് ഹലാല് കഴിക്കണമെന്ന് നിർബന്ധിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇപ്പൊ കണ്ടുവരുന്നത്. നടക്കില്ല എന്ന് കേരളം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ നിന്നും പല പ്രമുഖരും പലരും പറഞ്ഞു ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കേരളത്തിൽ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിങ്ങൾ തന്നെ ഈ പറയുന്ന പോർക്കിന്റെ അവയവങ്ങൾ സ്വീകരിച്ച് നടക്കുന്നു. ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രമുഖര് പോർക്കിന്റെയും പന്നിയുടെയും അവയവങ്ങളാണ് വെച്ച് ജീവൻ നിലനിർത്തുന്നത്. പക്ഷേ സാമുദായികമായിട്ടും രാഷ്ട്രീയം സാമൂഹികമായിട്ടും നിങ്ങൾ ഘോരം ഇതിനെതിരെ പ്രസംഗിക്കുന്നു. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ജീവൻ പോകുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങളും മനസ്സിലാക്കണം.